അവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഓണം എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സുകളാണ് പറയുന്നത്. മലയാളം മീഡിയം ടെക്സ്റ്റ് കണ്ടിട്ട് ഇംഗ്ലീഷ് മീഡിയംകാരും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ 2 ലാംഗ്വേജിലും ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദ എറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് അല്ലെങ്കിൽ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്. സോ ആദ്യത്തേക്ക് കുറേ ഇൻട്രൊഡക്ടറി പാർട്ടൊക്കെയാണ്. അതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ ടൈം കിട്ടുന്നവരാണെങ്കിൽ എന്തായാലും വായിച്ചൊക്കെ വയ്ക്കുക കേട്ടോ. വൺ വേർഡൊക്കെ നമുക്കങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അല്ലാണ്ട് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കേണ്ട ഒരു ഷോർട്ടസ്റ്റ് ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. കോൺഗ്രസ് ഡോമിനൻസ് ഇൻ ദ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻസ്. ഓക്കെ, അതായത് ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസ് മേധാവിത്വം ഇവിടെ മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പിലും കണ്ടിന്യൂസ് ആയിട്ട് കോൺഗ്രസ് പാർട്ടിയായിരുന്നു അധികാരത്തിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത്രയും, അതും വെറുതെ വന്നതല്ല, അത്രയും മെജോറിറ്റി സപ്പോർട്ടോടു കൂടിയാണ് വന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പിന്നിലുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെ കാരണങ്ങളാണുള്ളത്, കോൺഗ്രസ് ഇത്തരത്തിൽ ഡോമിനൻ്റായി നിൽക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. സോ അതിനകത്ത് ഒരുപാട് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ആ പോയിൻറ്റ്സുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഒരു 4-5 മാർക്കിനൊക്കെ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനിയിപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ 2-3 മാർക്കിന് അങ്ങനെയും ജസ്റ്റ് പോയിൻറ്റ്സ് ആയിട്ട് എഴുതാൻ അങ്ങനെയും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഒരുപാട് പോയിൻറ്റ്സ് പറയുന്നുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അടുത്ത് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് 4 പാർട്ടികളെ പറ്റിയിട്ടാണ്. ഓക്കെ, അതായത് ഒന്നാമത്തെ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഇംഗ്ലീഷും മലയാളത്തിലൊക്കെ ഒരുപോലെ തന്നെയാണ്, പാർട്ടിയുടെ പേരാണല്ലോ. സോ സോഷ്യലിസ്റ്റ് പാർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക, അതിൻ്റെ ഐഡിയോളജീസ് പഠിക്കുക. പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്തത് ആരാണ്, അതിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ലീഡേഴ്സിൻ്റെ പേര് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നമുക്ക് 1 വേർഡ്സിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഇനി അതുപോലെ അടുത്ത് വരുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും തത്വങ്ങളുണ്ട്, അത് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ പേര്, ലീഡേഴ്സിൻ്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകുക കേട്ടോ. ദെൻ അടുത്ത് വരുന്ന പാർട്ടിയാണ് ഭാരതീയ ജനസംഘ്, BJS എന്ന് പറയുന്ന പാർട്ടി. സോ ഈ ഭാരതീയ ജനസംഘിൻ്റെയും ഇതിൽ ആകെപ്പാടെ കുറച്ച് ലീഡേഴ്സിൻ്റെ പേരെ പഠിക്കാനുള്ളൂ, ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഭാരതീയ ജനസംഘിൻ്റെയും ഒരുപാട് ഐഡിയോളജീസ് കൊടുത്തിട്ടുണ്ട്. സോ ആ തത്വങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ട് പോകണം. ആൻഡ് ഓൾസോ ഈ ലീഡേഴ്സിൻ്റെ പേര് കൂടി പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോകാം. പിന്നെ അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്വതന്ത്ര പാർട്ടി. ഈ 4 പാർട്ടികളിലും വെച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കേണ്ട ഒരു പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, സ്വതന്ത്ര പാർട്ടി എന്നൊക്കെ. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടിയിട്ട് ഷോർട്ടസ്റ്റ് ആയിട്ട് സെപ്പറേറ്റ്ലി പല ചോദ്യപേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്വതന്ത്ര പാർട്ടിയുടെ ഐഡിയോളജീസ് എന്താണെന്ന് പറഞ്ഞിട്ട് ഷോർട്ടസ്റ്റ് ആയിട്ട് നമുക്കൊരു 4-5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എവിടെ നിങ്ങൾ കൃത്യമായിട്ട് സ്വതന്ത്ര പാർട്ടിയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ചിട്ട് പോകണം. ഓക്കെ, ദെൻ ഇതിനകത്തും കുറേ ലീഡേഴ്സിൻ്റെ പേരുണ്ട്, അത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഈ പാർട്ടിയിലെ ഈ 4 പാർട്ടീസിലും ലീഡേഴ്സിൻ്റെ പേര് മസ്റ്റായിട്ടും പഠിക്കണമെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ പേരും ലീഡേഴ്സിൻ്റെ പേരും വെച്ചിട്ട് പലതരത്തിലുള്ള മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും അങ്ങനെയുള്ള 1 വേർഡ്സ്, എസ്പെഷ്യലി മാച്ച് ദ ഫോളോവിങ് അങ്ങനത്തെ ഏരിയാസിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഒരുപാട് ലീഡേഴ്സിൻ്റെ പേരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണുമ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് ഈ 4 പാർട്ടീസിൽ നിന്നും ലീഡേഴ്സിൻ്റെ പേര് മസ്റ്റായിട്ടും പഠിക്കുക. പ്രത്യേകിച്ച് സ്വതന്ത്ര പാർട്ടിയുടെ കാര്യങ്ങൾ മൊത്തത്തിൽ തന്നെ എക്സ്പ്ലനേഷനായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകാനും നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ പാഠമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റേഴ്സൊക്കെ ഉടനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണോ ആവശ്യമുള്ളത്, ഡൗട്ട്സ് ഉള്ള പോർഷൻസ് ഉണ്ടോ, അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഹൈപ്പ് തരാനും മറന്നു പോകരുത്. താങ്ക് യു.